ചർമ്മത്തിൽ നിന്ന് എത്ര വലിയ കറുപ്പും ചർമ്മത്തിൽ നിന്ന് പിഴുതു മാറ്റി ചർമ്മം നല്ല പോലെ വെളുക്കാൻ ഇതിലും വലിയ മാർഗം നിങ്ങൾക്ക് സ്വപ്നത്തിലാണ്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ചർമ്മത്തിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവം എന്ന് പറയാം. ഈ പറയുന്ന രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ ചർമ്മത്തിന് വേറെ ഒന്നും ചെയ്യേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നമ്മുടെ ഇടയിൽ പലരും. ചില ആൾക്കാർ ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ ഡെയിലി സ്കിൻ കെയറിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ സ്കിന്നിനകത്ത് നല്ല പോലെ ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ടും തിളക്കം വെച്ചിരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കുറച്ചു പേര് വിചാരിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്താലും എൻ്റെ സ്കിന്നിന് ഒരു മാറ്റവും കിട്ടില്ല, ചുമ്മാതാണ്, വെറുതെ സമയം പോവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്നേഹിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും റിസൾട്ട് തരാനായിട്ട് ആ സ്കിന്നിന് സാധിക്കും. എന്തിപ്പം ജന്മനാ ഉള്ള നിറക്കുറവാണെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് 1 or 2 നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ചർമ്മം ചെറുപ്പമായിട്ട് നിർത്താൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ലൈക്ക് എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചർമ്മം എപ്പോഴും ചെറുപ്പമായിട്ടും അൺഇവൻ സ്കിൻ ടോണും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നല്ല തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടിലൻ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചാൽ ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും സൺസ്ക്രീൻ ഇടാൻ മറന്നാലും നിങ്ങളുടെ സ്കിൻ നശിക്കാതെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു അടിപൊളി സംഭവം എന്താണെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനും സ്കിന്നിന് നല്ല രീതിയിൽ നിറം നൽകാനും കരിവാളിപ്പും പിഗ്മെന്റേഷനും ഒക്കെ ചർമ്മത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനും നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. ആട്ടപ്പൊടി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ എടുക്കുന്ന ആട്ടപ്പൊടി. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം ആ പൊടികളെല്ലാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. അത് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അങ്ങനെ പൊടികളൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന് വളരെ നല്ല റിസൾട്ട് നൽകാനും നമ്മുടെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കും. ഇനി ഇതെല്ലാം ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടി നല്ല പോലെ നമ്മൾ മിക്സ് ആക്കുന്നത്. തൈര് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം നൽകാനും ഒക്കെ നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കുന്നതാണ്. തൈര് ചേർത്ത് നല്ല പോലെ അങ്ങോട്ടങ്ങ് മിക്സ് ആക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിലിടാം. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഇട്ടിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടായിരുന്നല്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കിയതൊക്കെ. എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇടാം. ഇതാ കുറച്ചെടുക്കുക, ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ബാക്കി ഇപ്പുറത്തിടുന്നില്ല, ഒരു ഭാഗത്ത് മാത്രം ഇട്ടിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ഏതൊരു പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്കിപ്പം കയ്യിലും കഴുത്തേലും കൂടി ഇടാനായിട്ട് നോക്കണം കേട്ടോ. കൂടുതൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ പല വീഡിയോസിനും പറഞ്ഞതാണ്, അതങ്ങനെ നല്ലതല്ല സ്കിന്നിന്. കൂടുതൽ ഉണങ്ങണ്ട, ഒരു 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. നിങ്ങൾ ഫേസിലും കഴുത്തേലും ഒക്കെ ഇടണം ഏതൊരു പാക്ക് ഇടുന്ന സമയത്താണെങ്കിലും. ഞാനിപ്പോൾ ഇട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ ഒരു പാക്ക് ഇട്ടാൽ ഞാൻ കഴുത്തേലും കൂടി ഇടും. അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫേസ് സ്കിൻ വേറൊരു കളറും കഴുത്ത് വേറൊരു സ്കിന്ന് കളറായി മാറും കേട്ടോ. എന്തായാലും ഇതാ സ്പോഞ്ച് അത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടയ്ക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും. ഇട്ട ഭാഗത്തിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ, ഇടാത്ത ഭാഗത്തെ ആ ഒരു നിറക്കുറവും കണ്ടല്ലോ.
ഇത് കണ്ടോ, മുഖത്ത് ഞാൻ വെട്ടം അടിച്ച് കാണിക്കുവാണെങ്കിൽ എൻ്റെ കൈയും ഇത് കണ്ടോ, മുഖവും കൈയും തമ്മിൽ വ്യത്യാസം കണ്ടല്ലോ. ഞാൻ വെട്ടം അടിച്ചൊന്നും അല്ല കാണിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സംഭവം കണ്ടോ, ലൈവ് ചേഞ്ചസ് കണ്ടോ. ഇതുപോലെ നിങ്ങൾക്കും കിട്ടും മാറ്റം. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. കണ്ടോ റിസൾട്ട് ഒക്കെ കണ്ടോ, 100% ആണ് റിസൾട്ട് കിട്ടുന്നത്. ഡെയിലി നിങ്ങളുടെ സ്കിൻ കെയറിനകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്താൻ നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് നല്ല മാറ്റം നേടാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ജന്മനാ ഉള്ള കറുപ്പാണെങ്കിലും ഇപ്പൊ ഇടക്കാലത്ത് വെച്ചിട്ടുള്ള നിറക്കുറവാണെങ്കിലും ഒക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.